കേരളത്തിലെ വവ്വാൽ വിദഗ്ധനായിട്ടുള്ള മന്ത്രി കെ എം ഷാജി തെരഞ്ഞെടുപ്പിന് മുന്നേ നാട് നീളെ മൈക്ക് കെട്ടിവെച്ച് PM ശ്രീ പദ്ധതിക്കെതിരെ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. RSS-കാരാ CPM-കാരാ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടൻ PM ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിലെറി. അധികാരത്തിൽ വന്നിട്ട് ഒരു മാസമായി. അറബിക്കടൽ കാണാനില്ലാത്തത് കൊണ്ടായിരിക്കും ഇതുവരെ എറിയാത്തത്. എന്നിട്ട് മുങ്ങി നടക്കുകയായിരുന്നു. ഇപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പെട്ടു. മേനോൻ മന്ത്രിസഭയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ PM ശ്രീ ഹലാലായി മാറി. ഇന്നലകളിൽ ഹറാമായിരുന്നെങ്കിൽ RSS-ഉമായി ബന്ധമുള്ള സർക്കാർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കും, അതിനെക്കുറിച്ച് മനസ്സിലാക്കും, സർക്കാരിന്റെ തുടർച്ചയാണ്, അറബിക്കടൽ എറിയൂ എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്, വിമർശിച്ച സമസ്ത UDF-ന്റെ ഘടകകക്ഷിയല്ല തുടങ്ങിയ പരിഹാസങ്ങളുമായിട്ട് മുതൽ വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ല, എന്റെ അന്ന് ശ്രദ്ധിക്കാത്ത പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശിവൻകുട്ടി അതൊക്കെ ഇടുന്നു എന്നുള്ളതുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്നെ എത്ര പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ കുറെ പ്രസംഗങ്ങളും അങ്ങനെ കുറെ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സർക്കാരിൽ 102 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയം ദയവ് ചെയ്തിട്ട് നിങ്ങൾ നമുക്ക് തന്നാൽ മതി. നിങ്ങൾ നിരാശപ്പെടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഞാൻ പറയണം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ രീതിയല്ല. പ്രതിപക്ഷത്തിരുന്നാൽ അതിശക്തമായി വിമർശിക്കുക തന്നെ ചെയ്യേണ്ടത്, ഒരു സംശയമില്ല. ഞാൻ പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പ്രസംഗം ഒരു മന്ത്രിയായിട്ട് എനിക്ക് ഭരണപക്ഷത്തിരുന്ന് നടത്താൻ പറ്റുമോ? സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ ഇത്? അത് ഞാൻ അല്ല നെവർ പറയുന്ന ആളെന്നല്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മന്ത്രിയായ ഒരാളാണ്. ആ സത്യപ്രതിജ്ഞയോട് കൂറ് പുലർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പ്രതിപക്ഷത്തിരുന്നിട്ട് പറയുന്ന വാർത്താവനല്ല ഭരണപക്ഷത്തിരുന്ന് പറയാം. ഞാൻ വീണ്ടും പറയുന്നു, ഭരണപക്ഷത്തിരുന്ന് ഞാൻ ചെയ്യാനുള്ളതാണ്, പ്രതിപക്ഷത്തിരുന്നിട്ട് ഞാൻ പറയാനുള്ളതാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് സമയം തരൂപ്പ. നിങ്ങൾ സമയം എന്താ, സ്റ്റെപ്പ് എടുക്കാൻ സമയം എന്താ? കേരളത്തിൽ സംഘപരിവാറിനെ വളർത്താൻ വേണ്ടി ലീഗിന്റെ മന്ത്രി പോസ്റ്റിംഗ് ആണ് കാര്യം. കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ വേണ്ടി അധികാര കസേരയിൽ ഇരുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീയെ കുറിച്ച് നോക്കാൻ സമയമില്ല. നഷ്ടപ്പെട്ട കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതൊക്കെ വഴിയിൽ തിരിച്ചു പിടിക്കാമെന്ന ആലോചനയിൽ ഉള്ളതുകൊണ്ട് PM ശ്രീയെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ 1 മാസമോ 2 മാസമോ പോരാ. ഞങ്ങൾ ട്രാക്കിലേക്ക് വരും, നിങ്ങൾ കാത്തിരുന്നോളൂ. വിമർശിച്ച സമസ്തയെ പോലും പരിഹസിക്കുകയാണ്. സമസ്തയ്ക്ക് അഭിപ്രായം പറയാം, UDF ഘടകകക്ഷിയല്ല, ചന്ദ്രിക പത്രത്തിൽ വന്നാൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ള നിലയ്ക്ക് സമസ്തയിലെ പണ്ഡിതന്മാരെയൊക്കെ അധിക്ഷേപിച്ച് വിടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഇന്നലകളിൽ വോട്ട് ചെയ്ത സമസ്തക്കാരും ലീഗ് വന്നു കഴിഞ്ഞാൽ വിസ്മയം ഉണ്ടാകുമെന്നൊക്കെ സതീശൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പല നിയമനങ്ങളും കണ്ടിട്ട് സമസ്തക്കാർ തന്നെ വിസ്മയിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അതിനുശേഷമാണ് അങ്ങ് UK-യിലെ ഇഞ്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫഷണൽ ബിരുദമെടുത്തു കഴിഞ്ഞ മന്ത്രി, വിദ്യാഭ്യാസം കൊണ്ട് കേരളത്തെ വിസ്മയിപ്പിക്കുന്ന മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിന്ന നിപ്പിൽ അറബിക്കടൽ കാണാത്തത് കൊണ്ട് വലിച്ചെറിയാൻ പറ്റാത്ത അവസ്ഥ വന്നതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ് നിങ്ങൾ കേട്ടത്. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേട്ട പല പഞ്ച് ഡയലോഗുകളും അത് ലീഗിന്റെ നൊമ്പരമായിരുന്നു എന്ന് തിരിച്ചറിയാൻ അധിക ദിവസം വേണ്ട. കാര്യം, ലീഗ് പോണെങ്കിൽ പോണ വഴിക്ക് പോകാം. ഭരിക്കാൻ ലീഗിന്റെ കൂട്ടു വേണ്ട. ലീഗ് ഇടഞ്ഞാൽ 3 BJP-കാർ അപ്പുറത്തിരിപ്പുണ്ട്. അവരെ കൂടി ചേർത്ത് നല്ല അന്തസ്സായിട്ട് മേനോൻ മുഖ്യമന്ത്രിക്ക് ഭരണം കൊണ്ടുപോകാൻ നല്ല വെടുപ്പിനറിയാം. അതുകൊണ്ട് മിണ്ടാതെ 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയതാണ്. നമുക്കുള്ളത് മാക്സിമം ഇരുന്ന് ഒപ്പിച്ചുകൊണ്ട് പോകാം എന്നുള്ളതിനപ്പുറം ഒരു കാര്യത്തിൽ പോലും പുറത്തുനിന്ന് അടിച്ച വാചകത്തിൽ ഉറച്ചു നിന്ന് മറുപടി പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അത് ആ ശബ്ദത്തിൽ വന്ന മാറ്റത്തിലും നിങ്ങൾക്ക് കാണാം.